ആര്യ ചേച്ചി, ഇനി ഒരു ചങ്ക്സ് ചോയ്സ് ആണ് വരാൻ പോകുന്നത്. 3 ചങ്കുകളും റെഡിയല്ലേ? റെഡി. മൈഥിലിക്കുട്ടിയാണ് പെർഫോം ചെയ്യാൻ എത്തുന്നത്. മൈഥിലിക്കുട്ടിയുടെ ഓൾറെഡി 2 പാട്ട് കഴിഞ്ഞു. 2 ചങ്ക്സിനെ ഓൾറെഡി സെലക്ട് ചെയ്തു. ഇനി അടുത്ത ചങ്ക് സെലക്ട് ചെയ്ത മധുരഗാനം റൗണ്ടിൽ പാടാനായിട്ടാണ് എത്തുന്നത്. വിളിച്ചാലോ? ഓക്കെ, ലെറ്റ്സ് വെൽക്കം നമ്മുടെ മൈഥിലിക്കുട്ടി ഓൺ സ്റ്റേജ്. നൈസ് കളർ. ലാവെൻഡർ കളറാ. ഹലോ, സുഖാണോ? ഭയങ്കര അഭിമാനാണ് കേട്ടോ മൈദു വരുമ്പോ. ആദ്യത്തെ ആളല്ല ഇപ്പോഴത്തെ ആള്, അതാണ് പ്രോഗ്രസ്. അതിന്റെ ഒരു ട്രജക്ടറി ഉണ്ടല്ലോ, അതിങ്ങനെ 90 ഡിഗ്രി സ്ലോപ്പിൽ കുത്തനെയുള്ള ഉയർച്ചയാണ്. എക്സ്പോണൻഷ്യലും അല്ല, കുത്തനെ. വേർട്ടിക്കലില് എക്സുമായിട്ട് യാതൊരു ബന്ധമില്ല, ഓൺലി വൈക്ക്. വെരി മാത്തമാറ്റിക്കൽ. വലിയ വലിയ കാര്യങ്ങളിലേക്ക് കിടക്കുന്നുണ്ട് കേട്ടോ. ഗ്രാഫ് തിയറിനെ പറ്റി എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് എക്സ് എന്ന് കേൾക്കുമ്പോഴേ ബുദ്ധിമുട്ട് തുടങ്ങും. അല്ലെങ്കിലും ബുദ്ധിക്ക് മുട്ടുള്ള ആളാണല്ലോ. അതെ, അങ്ങനെ മുട്ടുണ്ട്. ഒരുപാട് മുട്ടിക്കരുത് കേട്ടോ. അപ്പൊ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഏത് പാട്ടാണ്? കണ്ണുനീർ മുത്തുമായി കാണാനെത്തിയ മധുരഗാനമാണ്. മധുരഗാനം. അതെ, മധുക്കളുടെ റെഡിയാക്കോ? അതെ, ഏങ്ങലടിച്ച് തുടങ്ങിയ ജലദോഷം പോലെ ഉണ്ട് നമുക്ക് കേൾക്കാം അല്ലേ? അപ്പൊ മൈഥിലിക്കുട്ടി പാടാൻ പോവാണ്. പ്രേക്ഷകരെല്ലാവരും QR കോഡ് സ്കാൻ ചെയ്തിട്ട് വോട്ട് ചെയ്യണം കേട്ടോ. മൈഥിലിക്കുട്ടി, ഓൾ ദ വെരി ബെസ്റ്റ്. കണ്ണുനീർ മുത്തുമായി കാണാനെത്തിയ കതിരു കാണാ കിളി ഞാൻ, എന്നോടിത്ര പരിഭവം തോന്നുവാൻ എന്തു പറഞ്ഞു ഞാൻ. കണ്ണുനീർ മുത്തുമായി കാണാനെത്തിയ കതിരു കാണാ കിളി ഞാൻ. സങ്കൽപ്പങ്ങളെ ചന്ദനം ചാർത്തുന്ന മന്ദസ്മേരവുമായി, സങ്കൽപ്പങ്ങളെ ചന്ദനം ചാർത്തുന്ന മന്ദസ്മേരവുമായി, ഈ കിളിവാതിൽക്കലെത്തിരി നേരം നിൽക്കൂ നിൽക്കൂ നീ, നിൽക്കൂ നിൽക്കൂ നീ. കണ്ണുനീർ മുത്തുമായി കാണാനെത്തിയ കതിരു കാണാ കിളി ഞാൻ. സ്വപ്നം വന്നു മനസ്സിൽ കൊളുത്തിയ കർപ്പൂര കിണ്ണവുമായി, സ്വപ്നം വന്നു മനസ്സിൽ കൊളുത്തിയ കർപ്പൂര കിണ്ണവുമായി, എന്റെ മായാലോകത്തു നിന്നു നീങ്ങും പോകരുതേ, എങ്ങും പോകരുതേ. കണ്ണുനീർ മുത്തുമായി കാണാനെത്തിയ കതിരു കാണാ കിളി ഞാൻ, എന്നോടിത്ര പരിഭവം തോന്നുവാൻ എന്തു പറഞ്ഞു ഞാൻ. കണ്ണുനീർ മുത്തുമായി കാണാനെത്തിയ കതിരു കാണാ കിളി ഞാൻ. വെരി ഗുഡ്, വെരി ഗുഡ് മോളെ. എന്തൊരു പാട്ടാണല്ലേ. എത്ര കാലം കഴിഞ്ഞാലും നമുക്ക് മറക്കാൻ പറ്റാത്തത്, നമ്മുടെ മനസ്സിൽ ഓക്സിജൻ പോലെ. ഇനി ശ്വസിക്കണമെങ്കിൽ ഓക്സിജൻ വേണ്ടേ? അപ്പൊ അങ്ങനെ ഓക്സിജൻ പോലെ ഇരിക്കുന്ന ഒരു പാട്ടാണ്. അത് വീണ്ടും ഇവിടെ കൊണ്ടുവന്നതിന് ഒരു വലിയ നന്ദി. എന്റെ മൈദു.
ഓക്സിജൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ ഫസ്റ്റ് പല്ലവില് ഓക്സിജൻ കുറച്ച് കുറഞ്ഞു പോയല്ലോ. എവിടെയാണ്? ഇവിടെ എന്നോട് ഇത്ര പരിഭവം തോന്നുവാൻ എന്തു പറഞ്ഞു? ഞാൻ എന്നോട് ഇത്ര കഴിഞ്ഞിട്ട് ശ്വാസം എടുക്കണം. പരിഭവം തോന്നുവാൻ എന്തു പറഞ്ഞു ഞാൻ വരെ ഒരു ശ്വാസം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ആശ്വാസം ഉണ്ടാവും. അപ്പൊ ഒന്ന് പാടിക്കേപ്പിക്കാമോ? എന്നോടിത്ര പരിഭവം തോന്നുവാൻ എന്തു പറഞ്ഞു ഞാൻ ആ. കണ്ണുനീർ അപ്പൊ എന്നോട് ഇത്ര കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ ശ്വാസം എടുക്കണം. ഓക്സിജൻ കുറച്ചും കൂടെ എടുത്താലാണ് പാട്ടിനും ഒരു ഓക്സിജൻ കിട്ടുക. കേട്ടോ? ഒന്നുകൂടെ. എന്നോടിത്ര പരിഭവം തോന്നുവാൻ എന്തു പറഞ്ഞു ഞാൻ കണ്ണുനീർ. എന്നിട്ട് കണ്ണുനീറിനും നല്ല ശ്വാസം എടുക്കണം. അപ്പോ ശ്വാസം എടുക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ്. ഈ പാട്ടിൽ മാത്രമല്ല, എല്ലാ പാട്ടുകളിലും പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഒന്നുകൂടെ അടിവരയിടുന്നു മക്കളെ. പിന്നെ മന്ദസ്മേരവുമായി, അത് കുറച്ചും കൂടെ നന്നാക്കാം. മന്ദസ്മേരം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? മന്ദം എന്ന് പറഞ്ഞാൽ പതുക്കെ, അതൊക്കെ സ്മേരം എന്ന് പറഞ്ഞാൽ ചിരി സ്മിതം, ചിരി. ചിരി ചിരി ആ പയ്യെ ഇങ്ങനെ വിരിഞ്ഞു വരുന്ന ഒരു ചിരിയാണ്. പെട്ടെന്ന് മന്ദമാരുതെന്ന പെട്ടെന്ന് വിചാരിച്ച മന്ദസ്മേരം. അപ്പൊ അങ്ങനെ പാടിക്കേ. സങ്കൽപ്പങ്ങളെ ചന്ദനം ചാർത്തുന്ന മന്ദസ്മേരവുമാ. ആ ഇപ്പൊ ആ മായി എന്നുള്ളത് മായിലാണ് അല്ലേ? മായി മാ നോട്ടാണ് അല്ലേ? അത് ഭയങ്കര രസമാണ്. അത് കറക്റ്റായിട്ട് ശ്രുതിയിൽ അങ്ങനെ ലയിക്കുമ്പോഴാണ് ആ മന്ദസ്മേരം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ മായാലോകത്ത് നിന്നു നീ, അതും കൂടെ കറക്റ്റ് ചെയ്യണം. എന്റെ മായാലോകത്തു നിന്നു നീങ്ങും പോകരുതേ. ഇതിലെല്ലാം എനിക്ക് തോന്നുന്നത് പറഞ്ഞാൽ ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ട് വന്നിട്ടില്ല. അങ്ങനെ വന്നാലാണ് അത് കുറച്ചും കൂടെ ഇമോഷൻ നമുക്ക് കൺവേ ചെയ്യാനായിട്ട് പറ്റുന്നത്. പക്ഷെ മൈദുവിൻ്റെ ഒരു പോസിറ്റീവ്, വളരെ വലിയൊരു പോസിറ്റീവ് ഞാൻ പറയാം. അതായത് നമുക്കിപ്പോൾ ഒരു കോമൺ ബാലൻസ് പോലെയാണ്. ഒരു സ്ഥലം പൊങ്ങുമ്പോൾ മറ്റേ സ്ഥലം താഴും എന്ന് പറഞ്ഞ പോലെ നമ്മൾ ടെക്നിക്സ് വെളിയിൽ കാണിക്കുകയാണെങ്കിൽ, ടെക്നിക്സ് വിസിബിൾ ആണെങ്കിൽ ഇമോഷൻസ് ഇൻവിസിബിൾ ആയിരിക്കും. നേരെ തിരിച്ചും ഇമോഷൻസ് വിസിബിൾ ആകുമ്പോഴത്തേക്കും ടെക്നിക്സ് Techniques ഒളിച്ചാണ് invisible ആവും. വെക്കുക, താഴെയാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? അത് മൈദുവിനെ എപ്പോഴും സാധിക്കുന്നുണ്ട്. ടെക്നിക്സ് ഉണ്ട്, അത് മൈദുവിന് നന്നായിട്ട് അറിയാം. ഞാൻ ഈ ടെക്നിക്ക് ഉപയോഗിച്ചാണ് പാടുന്നതെന്ന്. പക്ഷേ അത് ഇൻവിസിബിൾ ആയിട്ട് വെക്കുന്നു, അത് ഒളിപ്പിച്ച് വെക്കുന്നു. അത് ഒളിപ്പിച്ച് വെക്കുമ്പോഴത്തേക്കും ഇമോഷൻസ് ഇങ്ങനെ പൊങ്ങി വരുന്നു. അതെപ്പോഴും മൈദുവിന്റെ പാട്ടിൽ കഴിഞ്ഞ കുറേ പെർഫോമൻസസ് ആയിട്ട് അങ്കിളിന് കാണാൻ പറ്റുന്നുണ്ട്. ദാറ്റ് ഈസ് വെരി വെരി Yes. വെരി 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 ഗുഡ്. താങ്ക് യു. സ്വപ്നം വന്നു മനസ്സിൽ കൊളുത്തിയ കർപ്പൂരക്കിണ്ണവുമായി. എന്റെ മായാലോകത്തു നിന്നു നീങ്ങും പോകരുതേ. അതാണ് പാട്ട് പാടുന്നതിന് നമുക്ക് കിട്ടുന്ന ഓക്സിജൻ എന്ന് പറഞ്ഞാൽ ശരിക്കതാണ്. അപ്പോൾ മൈദു ഒരു നല്ല എക്സ്പ്രഷനുള്ള പാട്ടുകാരിയായിട്ട്, എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ചിരിയുടെ എക്സ്പ്രഷൻ, മൃദു സ്മേരം മാത്രമല്ല, പാട്ടിന്റെ ഉള്ളിലും എപ്പോഴും എക്സ്പ്രഷൻസ് കൊണ്ടുവരാനായിട്ട് മക്കൾക്ക് ഈ ഉഗ്രൻ വോയിസ്, ഒരു സ്വീറ്റ് വോയിസ് ആണല്ലോ, അതിലൂടെ സാധിക്കുന്നുണ്ട്. അത് ഗംഭീരമാണ്. താങ്ക് യു. ഓക്കെ. എന്നോടിത്ര പരിഭവം തോന്നുവാൻ എന്തു പറഞ്ഞു ഞാൻ. അപ്പൊ അങ്ങനെ മാച്ച് വിത്ത് കോൺഫിഡൻസ്. പിന്നെ വാമപ്പ് കുറച്ചുകൂടെ കൂട്ടാ കേട്ടോ. ഇവിടെ വരുന്നതിന് മുമ്പേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3-4 മണിക്കൂർ ഒന്നിച്ച് പാടി ശബ്ദം ഇല്ലാണ്ടാക്കണം എന്നല്ല. നമുക്ക് വേണ്ട രീതിയിൽ പതുക്കെ പതുക്കെ നമ്മൾ വെള്ളം കുടിക്കുന്ന പോലെ അല്ലേ, നമ്മൾ ശ്വസിക്കുന്നത് പോലെ വാമപ്പും ഇമ്പോർട്ടന്റ് ആണ് പാട്ടുകാരിക്ക് കേട്ടോ. അപ്പൊ കുറച്ചുകൂടെ ഈസി ആയിട്ട് ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് കോൺഫിഡന്റും ആവും, നമുക്ക് വേണ്ട രീതിയിൽ ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കാനും സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, അസലായിട്ട് പാടി. താങ്ക് യു. കുറെ കാര്യങ്ങൾ MJ പറഞ്ഞു തന്നു, ഭൂരിഭാഗം അതിനകത്ത് തന്നെ ഉണ്ട്. അപ്പം എനിക്കും ആ ഫസ്റ്റ് പല്ലവി ഇഷ്ടപ്പെട്ടു, വളരെ ഇഷ്ടപ്പെട്ടു. അല്ല, ബ്രത്ത് മാത്രം ഒന്ന് ആ ലൈനല്ലേ, എന്നോട് ഇത്ര പരിഭവം തോന്നുവാൻ, ആ കട്ടായി പോയില്ലേ, അതാണ് എനിക്ക് ഫസ്റ്റ് പല്ലവിയിൽ തോന്നിയതുള്ളത്. പക്ഷെ കേൾക്കാൻ നന്നായിരുന്നു പല്ലവി. പിന്നെ പറഞ്ഞല്ലോ കുറച്ച് വാമപ്പിന്റെ കുറവുണ്ടെന്ന്, കുറച്ചൊന്ന് ഫ്ലെക്സിബിലിറ്റി ശരിയായി വരാനുണ്ട്. പക്ഷെ കേൾക്കാൻ നന്നായിരുന്നു മൊത്തത്തില്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരികള് ഈ കിളിവാതിൽ കിളിത്തിരി നേരം, സങ്കൽപ്പങ്ങളെ ചന്ദനം ചാർത്തുന്ന മന്ദസ്മേരവുമായി.
അതെനിക്ക് ഇഷ്ടപ്പെട്ടു, വളരെ നന്നായിരുന്നു. പിന്നെ കർപ്പൂരക്കിണ്ണവുമായി സ്വപ്നം, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. സ്വപ്നം വന്നു മനസ്സിൽ കൊളുത്തിയ കർപ്പൂരക്കിണ്ണവുമായി. സ്വപ്നം വന്നു മനസ്സിൽ കൊളുത്തിയ കർപ്പൂരക്കിണ്ണവുമായി. പക്ഷേ ചില മൈന്യൂട്ടായിട്ട് കുറച്ച് ശ്രുതി പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തു. മൊത്തത്തിലൊരു ആനച്ചന്തം നന്നായിട്ടുണ്ടായിരുന്നു, നല്ലൊരു മൊത്തത്തിൽ കേൾക്കാൻ നന്നായിരുന്നു. കേട്ടോ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ മൈഥിലിക്കുട്ടിയുടെ ഒരു പ്രോഗ്രസ് എന്ന് പറയുന്നത് പെട്ടെന്ന് നല്ല കുത്തനെ ഉയർന്നു എന്ന് പറഞ്ഞില്ലേ, അതുപോലെയാണ്. അപ്പൊ നേരത്തെ തന്നെ ടെക്നിക്കലി നല്ല മിടുക്കിയാണ് പാടാൻ. നമുക്ക് നല്ല ഗുരുവാണല്ലോ നമ്മുടെ ജിൻസ്. ജിൻസ് നല്ലൊരു സിംഗറുമാണ്, നല്ലൊരു ടീച്ചറുമാണ്. ജിൻസിനും നല്ല കൈയടി. അതെ, തീർച്ചയായിട്ടും. പിന്നെ ഇവിടുത്തെ ഗ്രൂമേഴ്സിന്റെ എല്ലാം ട്രെയിനിങ് ആണ് നമ്മളെ ഗ്രൂമേഴ്സ് ബെസ്റ്റ്. അതെ, യെസ്. ഇപ്പൊ എല്ലാം ടെക്നിക്കലിയും അതുപോലെ തന്നെ അതിന്റെ ഫീല് നോക്കുകയാണെങ്കിലും എല്ലാത്തിലും നല്ല ഒരു മികവ്, നല്ലൊരു പ്രോഗ്രസ് കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നല്ലൊരു സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇതുപോലെ തന്നെ അപ്പൊ ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ ഒരു വാമപ്പ് ആവശ്യമാണ്. അപ്പൊ അതും കൂടി കുറച്ചും കൂടി ഒന്ന് വാമപ്പ് ചെയ്ത് വന്നിരുന്നെങ്കിൽ ഒന്നും കൂടി നന്നാക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. വെരി ഗുഡ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സുഖായിരിക്കുന്നോ? ഒത്തിരി സുഖാണോ കുറച്ച് സുഖാണോ? ഒത്തിരി അല്ല, ആ. കുറച്ച്. പാടി കഴിഞ്ഞപ്പോ എന്ത് തോന്നി? പാടിക്കഴിഞ്ഞപ്പോ ഒരാശ്വാസം തോന്നി. ടെൻഷൻ ഉണ്ടായിരുന്നോ? ടെൻഷനല്ല, ആ. പാടിക്കഴിയുമ്പോ നമുക്കൊരു ആശ്വാസം തോന്നില്ലേ? കഴിഞ്ഞല്ലോ എന്നുള്ള ആശ്വാസം. അതിനു മുമ്പ് വരെ ഒരു എന്തോ ഒരു ഒരു സുഖമില്ലായ്മ അല്ലേ? ആ. എന്തായാലും മിടുക്കിയായി പാടി കേട്ടോ. നല്ല രസം ഉണ്ടായിരുന്നു. ഞാനും മൈഥുവിന്റെ ഈ ഒരു ജേണി ആലോചിക്കായിരുന്നു. മൈഥുവിന്റെ വോയിസ് മുന്നിൽ നിന്നും ഇപ്പോഴത്തെ പെർഫോമൻസും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് വന്നിട്ടുണ്ട്. വോയിസിന് കുറച്ചും കൂടെ ക്ലാരിറ്റി വന്നിട്ടുണ്ട്. മുന്നേ കുറച്ചും കൂടെ ഒരു ഗ്രെയിനി, ഒരു ബ്രെത്തി, ഒരു എയറി വോയിസ് ആണെങ്കിൽ ഇപ്പോ ക്ലിയർ ആണ് ശബ്ദം, ക്ലീൻ ആണ് ശബ്ദം. അത് തന്നെ ഒരു വലിയൊരു പ്രോഗ്രസ് ആണ് മൈഥിലിക്കുട്ടി. അതിന് ഫസ്റ്റ് ഒരു കൈയടി കേട്ടോ. താങ്ക് യു. രണ്ടാമത്തെ കാര്യം എനിക്ക് തോന്നിയത് മൈഥിലിക്കുട്ടി എപ്പോഴും കാമാണ്. ആ ഒരു കാര്യം കൊണ്ട് തന്നെ മൈഥിലിക്കുട്ടിക്ക് പലപ്പോഴും സോങ്ങിൽ കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പാടാൻ പറ്റുന്നുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഒരു ശാന്തഭാവമാണ് എപ്പോഴും ഉണ്ടാവും. ഒരു ആ മെച്യൂരിറ്റി എന്ന് വരുന്നതാണ് ആ ഒരു ശാന്തത. അപ്പൊ അതും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. മിടുക്കിയായിട്ട് പാടി. പിന്നെ പറഞ്ഞ പോലെ എല്ലാവരുടെയും ചേച്ചിയമ്മയല്ലേ, പിന്നെ എന്തായാലും ആ കാംനെസ് മെയിൻറ്റെയിൻ ചെയ്തേ പറ്റൂ. ഇല്ലേ മീനൂട്ട? എനിക്ക് തീരെ ഇല്ല ചേച്ചി. രണ്ടുപേർക്കുണ്ട്, മീനുകുട്ടിക്കുണ്ട്, മൈദുകുട്ടിക്കുണ്ട്, മൊയ്തുകുട്ടിക്കുണ്ട്. അതെന്താ വെച്ചാൽ ഇങ്ങനെ ചേച്ചിയമ്മ ആകുമ്പോൾ ഉള്ള ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സ്നേഹം, എന്താണ് നന്മ എന്ന് നേരത്തെ തന്നെ തിരിച്ചറിയും. കൊച്ചു കുട്ടിക്കാലത്ത് തിരിച്ചറിയും. കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും അല്ലേ? ഇത് സത്യമാണെന്ന് അമ്മയോട് ചോദിക്കണം കേട്ടോ. പക്ഷെ തല കുനിച്ചിരുന്ന് ചിരിക്കണു. അല്ല, കുറച്ചും കൂടെ തെളിച്ചു ചോദിക്കുകയാണെങ്കിൽ അടികൂടലാണോ സ്നേഹമാണോ കൂടുതൽ വീട്ടിൽ? രണ്ടും ഉണ്ട്, തുല്യവാ. പക്ഷെ കൂടുതൽ സ്നേഹം അല്ലേ? അല്ലെ, കൂടുതൽ സ്നേഹം. അങ്ങനെ റെസ്പോൺസിബിൾ ആയിട്ട് അല്ലെ ഒരു ചേച്ചിയമ്മയായിട്ട് വരുന്നില്ലേ അല്ലേ? കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ സ്നേഹം മൈഥിലിക്കുട്ടിക്കാണ്. വലിയച്ചയല്ലേ? അതുപോലെയാണ് നമ്മുടെ മീനുകൂട്ടരും. വീട്ടില് അനിയന്മാരും ഗംഭീരാണ്. അതെ അതെ അതെ. എനിക്ക് ഇനി അനിയന്മാര് വേണമെന്നായിരുന്നു ആഗ്രഹം. എനിക്കങ്ങനെ ഒരാൾ വേണ്ടായിരുന്നു. എനിക്ക് കുഞ്ഞു പിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ രണ്ടുപേരാണുള്ളത്. ഇനി കുഞ്ഞു പിള്ളേരെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇപ്പൊ വെക്കേഷനൊക്കെ വന്നപ്പോ ഞങ്ങളുടെ നാട്ടിലുള്ള സകല കുഞ്ഞു പിള്ളേരും എന്റെ വീട്ടിലുണ്ട്. ഞങ്ങളൊരു നഴ്സറി നടത്തുന്ന പോലെ ഇപ്പൊ അവിടെ. നാടിന് തന്നെ ചേച്ചിയമ്മ. അതെ അതെ, കൊള്ളാം. എന്തായാലും അപ്പൊ മൈഥിലിക്കുട്ടി അതൊക്കെയാണ് ചേച്ചിയമ്മമാരുടെ കഥ അല്ലേ? ശരിയല്ലേ? മിടുക്കിയായിട്ട് പാടി. എനിക്കും തോന്നിയത് ആ വാമപ്പിന്റെ ഒരു കുറവുണ്ടായിരുന്നു എന്ന് തോന്നി. അത് മൈഥിലിക്കുട്ടിയോട് ഓൾറെഡി പറഞ്ഞു. മൈഥിലിക്കുട്ടിക്ക് അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ബാക്കിയൊക്കെ സൂപ്പറാണ്. ഓക്കെ, മിടുക്കിയാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മൈഥിലിക്കുട്ട എന്തോ എങ്ങനെയുണ്ട് സ്വന്തമായിട്ട് പറയുന്നേ? എന്തൊക്കെയാ ചേച്ചിയമ്മ ആയതിലുള്ള ഗുഡും ബാഡും എന്തൊക്കെയാ? ഗുഡ് എന്താന്ന് വെച്ചാല് കളിക്കാനൊക്കെ ഒരു ഇതുണ്ട്, സുഖമുണ്ട്, ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കില്ല. ഓക്കെ. പിന്നെ മണിക്കുട്ടി ആയതുകൊണ്ട് പറയുന്നൊക്കെ ചെയ്തു തരും. അതൊക്കെയാണ് ഗുഡ്. ഇനി ബാഡ്? ബാഡ് എന്താന്ന് വെച്ചാല് എന്നോട് വെറുതെ ആവശ്യമില്ലാത്ത അറുതലയൊക്കെ പറയും. പിന്നെ വഴക്ക് കൂടിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം തല്ലും, എന്നെ ഇങ്ങോട്ടൊന്ന് തല്ലും. ഞാൻ ക്ഷമിച്ചു നിൽക്കും, ഇങ്ങോട്ടൊന്ന് ആദ്യം ചെറുതായിട്ട് തള്ളും, ഇപ്പൊ ഞാൻ തിരിച്ചു തള്ളും. അങ്ങനെ അതാണ് ബാഡ്. പിന്നെ അത്രയൊക്കെ ഉള്ളൂ. ഇത്രയും ബാഡേ ഉള്ളൂ. മീനോട്ടിന് എന്താ അഭിപ്രായം?
എന്താണ് bad? എനിക്കൊരു പാടില്ല, എല്ലാം ഞാൻ പറയുന്നത് എന്നോട് കേൾക്കും. സത്യം എനിക്ക് പറയണം. വലിയൊരു ചൂരലുണ്ട്. അല്ലല്ല, എനിക്ക് വലിയൊരു ചൂരലുണ്ട് വീട്ടിൽ. എന്റെ അച്ഛനും അമ്മയും ഒന്നും പിള്ളേരെ തല്ലില്ല, ഞാൻ നല്ലോണം തല്ലു. ശരിക്കും ഞാൻ മീനുട്ടിക്ക് കിട്ടിയിട്ടുണ്ടോ? എനിക്ക് അടി കിട്ടുമായിരുന്നു നല്ലോണം. അതുകൊണ്ടാണ്. അതുകൊണ്ട് അഞ്ച്. പക്ഷെ അതുകൊണ്ട് അവരെ വെറുതെ വിട്ടുവിടാ. എന്ന് വെച്ചാൽ അതുകൊണ്ട് എന്താ, ആര്യ ചേച്ചി ഞാനിപ്പോ തെങ്ങുമ കയറാൻ പറഞ്ഞാലും എല്ലാവരും ഓടിക്കേറും. ഇതുപോലെ എന്റെ അനിയനോട് തെങ്ങി കയറാൻ തന്നെ അവൻ ഓടിക്കയറാം. അത്ര അനുസരണുള്ള അനിയന്മാർ എനിക്കറിഞ്ഞൂടാ. ഞാൻ ഭയങ്കര പ്രൗഡ് ആ കാര്യത്തിൽ. എന്റെ അനിയന്മാരെന്ന് വെച്ചാൽ അതങ്ങനെ അങ്ങനെ തല്ലുന്നതിന്റെ അല്ല കേട്ടോ. പക്ഷെ അവന്മാരെന്തോ ഞാൻ പറഞ്ഞ വേറെ ആര് പറഞ്ഞാലും കേൾക്കാത്ത ചെക്കന്മാരാ. എന്റെ അച്ഛൻ പറഞ്ഞാൽ കേൾക്കൂല, അമ്മ പറഞ്ഞ ആര്. പക്ഷെ ഞാൻ അവന്മാരുടെ അടുത്ത് നാളെ ചെന്നിട്ട് പറയാണ്, ഈ പറഞ്ഞാലേ നിങ്ങൾ പഠിത്തം നിർത്തിക്കോ, നാളെ തൊട്ട് തെങ്ങ് കയറിക്കോ, ഓക്കെ ഡി നിർത്താം. എന്നിട്ട് അവര് തെങ്ങേറാൻ പോകും. അത്ര കോൺഫിഡന്റ് ആണ് ഞാൻ അവരുടെ കാര്യത്തിൽ. അതെ. അയ്യോ, എന്റെ അനിയനും ഇതുപോലെയാ, സെയിം ഇതുപോലെ തന്നെ. ഞാൻ പറയണത് അതുപോലെ കേൾക്കും. പക്ഷെ ചെറുപ്പം മുതലേ ഉള്ള ഒരു ബോണ്ട് അതാന്ന് എനിക്ക് തോന്നുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇപ്പൊ എനിക്ക് എന്നെക്കാളും 4 വയസ്സ് ചെറുതാവാൻ ഇപ്പോഴും അതേ സ്നേഹവും അതേ ബോണ്ടും അതേ ഇഷ്ടമാണ്. ദിവസവും വിളിച്ചിട്ട് ചിലപ്പോ ഒരു 5 സെക്കൻഡ് ഹലോ വെറുതെ വിളിച്ചാ ബൈ എന്നിട്ട് വെച്ചിട്ട് പോകും. പക്ഷെ എന്നാലും വിളിക്കുന്നവരൊരു സന്തോഷമാണ് വിളിക്കുമ്പോഴത്തേക്കും. അത് മാത്രമല്ല, മീൻകുട്ടിക്ക് പോയി ഇപ്പൊ ഭയങ്കര പോപ്പുലേഷൻ അല്ലേ. അതെന്താ? പണ്ട് എന്റെ ഒരു അങ്കിള് പറഞ്ഞതാ, എടേ നിനക്ക് ഇപ്പൊ ഭയങ്കര പോപ്പുലേഷൻ ആണല്ലോ. പോപ്പുലാരിറ്റി എന്നുള്ള പോപ്പുലേഷൻ. കഴിഞ്ഞ ദിവസം നമ്മുടെ ടെസ ബേബി പറഞ്ഞില്ലേ, കോമ്പിനേഷൻ കോമ്പറ്റീഷൻ. പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര പോപ്പുലേഷൻ. ഇപ്പൊ മീനാക്ഷി പാലാന്ന് മാത്രം ഒരു കത്ത് എഴുതി കഴിഞ്ഞാൽ അവിടെ എത്തും വീട്ടിൽ. മീനാക്ഷി പാലായോ? ഇല്ല. അത്രയ്ക്ക് പോപ്പുലേഷൻ. എനിക്ക് അയ്യോ, അങ്ങനെ ആര്യവൈദ്യശാല പരതി വന്നിട്ട് എന്റെ നാട്ടിൽ എന്റെ വീട് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ആൾക്കാർ ആര്യാന്ന് മാത്രമേ കേട്ടുള്ളൂ. നേരെ കേട്ടോ, പാമ്പുകടിയായിട്ട് ആരോ വന്ന ശരിക്കും സംഭവിച്ചിട്ടുണ്ട്. ആര്യ ചേച്ചി അപ്പൊ ഇറങ്ങി വരാ. ശരിക്കും സംഭവിച്ചിട്ടുണ്ട് മീനുട്ടാ. അപ്പൊ ആര്യ കണ്ണൂർ, മധു തൃപ്പൂണിത്തുറ. അങ്ങനെ നമ്മളെല്ലാരും പോപ്പുലേഷനുള്ള ആൾക്കാരാ മൊത്തത്തില്. അല്ല, അങ്ങനെ എഴുതി ലെറ്ററൊക്കെ വരാറുണ്ട്. കുട്ടൻചേട്ടനും വരുമായിരിക്കും ചിലപ്പോ. അതെനിക്കും വന്നിട്ടുണ്ട് ശരിക്കും. മീനാക്ഷി പാലാന്ന് എഴുതി വരും. മീനാക്ഷി അല്ല, സോറി, എന്താ പേര് പറയാറ്? പക്ഷെ മീനാക്ഷി എന്നാ വരാറ്. ആണോ? മീനാക്ഷി, ശരി. ഇപ്പൊ പുതിയൊരു എതിരുണ്ടല്ലോ നമ്മുടെ മീൻകുട്ടിക്ക്. ഇനിയിപ്പോ മൊയ്തു പാല എന്ന് പറഞ്ഞിട്ട് അടുത്ത് വരും. അതെ, രണ്ട് പേരല്ലേ, അപ്പൊ നമുക്കെതിരില്ല അതില്. പാലയിൽ 2 ആൾക്കാരായി. ഒരാൾ ഓ അയ്യോ. ഓ ആയിക്കോട്ടെ. മാർക്ക് ചോദിക്കാ ഇനി. ഓക്കെ. മൈഥിലി കുട്ടി, എന്തോ ഇന്ന് കിട്ടിയിരിക്കുന്ന മാർക്ക് 97 ഔട്ട് ഓഫ് 100. താങ്ക് യു. നീർമുത്തുമായി കാണാനെത്തിയ കതിരു കാണാ കിളി ഞാൻ. എന്നോടിത്ര പരിഭവം തോന്നുവാൻ എന്തു പറഞ്ഞു ഞാൻ. കണ്ണുനീർമുത്തുമായി കാണാനെത്തിയ കതിരു കാണാ ഹാപ്പി അല്ലേ? പക്ഷെ അത്ര ഹാപ്പി ആവണ്ട, കാരണം നമ്മുടെ ക്വാർട്ടർ ഫൈനലൊക്കെ വരാൻ പോവാണ്. അപ്പൊ ഈ മാർക്കിലൊന്നും ഒതുങ്ങി നിന്ന പോരാ അല്ലേ? പ്രത്യേകിച്ച് ചേച്ചിയമ്മ. അപ്പൊ ഗുഡ് ഗേൾ ആയിട്ട് പോയി ഇതിലും ഇത് നല്ലൊരു മാർക്കാണ്. പക്ഷെ ഇതിലും സൂപ്പറായി പഠിച്ചിട്ട് വരാം. ഓക്കെ. ബൈ. ബൈ. ഗുഡ് നൈറ്റ്. Bye, good night. ഗുഡ് നൈറ്റ്.